ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിലെ ഫങ്ഷൻസിനെ പറ്റിയാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടുഗദർ പെർഫോം എ ടാസ്ക്. ഒരു ടാസ്ക്, ഒരു പ്രത്യേകമായ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റൊരു ഡെഫിനിഷനോടുകൂടി പറയാം, എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കിംഗ് ടുഗദർ വിത്ത് എ കോമൺ ഗോൾ. സെയിം തന്നെയാണ് ഇവിടെയും, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ സി പ്രോഗ്രാമിൽ ഇതിനെ ഫങ്ഷൻസ് എന്ന് വിളിച്ചാലും മറ്റ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇതിന് മറ്റു പേരുകളാണ്. മെത്തേഡ്സ്, സബ് റൊട്ടീൻസ്, പ്രൊസീജിയേഴ്സ്, സബ് ഫങ്ഷൻസ്, സബ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്ന പല പേരുകളിലും ഇതിനെ അറിയപ്പെടും. സി പ്രോഗ്രാമിൽ മെയിനായിട്ട് ഇതിനെ അറിയപ്പെടുന്നത് ഫങ്ഷൻ എന്നാണ്. ഒരു സി പ്രോഗ്രാമിൽ കുറഞ്ഞ പക്ഷം ഒരു ഫങ്ഷനെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ വോയിഡ് മെയിൻ അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ അല്ലേ, മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ മെയിൻ ഫങ്ഷൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലേ. അപ്പം മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ആ ഒരു മെയിൻ ഫങ്ഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സി പ്രോഗ്രാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രോഗ്രാമിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫങ്ഷനെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഫങ്ഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻ, പിന്നൊന്ന് യൂസർ ഡിഫൈൻ ഫങ്ഷനാണ്. നമ്മളിത് ആദ്യമേ തന്നെ പ്രൈമറി ഡാറ്റ ടൈപ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻസ് അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണെന്നും അറേ പോലെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ലൈബ്രറി ഫങ്ഷനായിട്ടും അതേപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനായിട്ടും. ലൈബ്രറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസിനാണ് നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. SQRT, സ്ക്വയർ റൂട്ട് കാണാൻ, പവർ കാണാൻ, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മൾ GetCH, പിന്നെ printf, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലൈബ്രറി ഫങ്ഷനകത്ത് വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതുമാണ് പ്രോഗ്രാമിനകത്ത്. എങ്ങനെ യൂസ് ചെയ്യും? നമ്മൾ അതിൻ്റെ ലൈബ്രറി ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും അതിനെ കോൾ ചെയ്തുകൊണ്ടും ഒക്കെയാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂസേഴ്സിന് ഡിഫൈൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ലൈബ്രറി ഫങ്ഷൻ കൊണ്ട് യൂസേഴ്സിൻ്റെ എല്ലാ പർപ്പസും സാധിക്കത്തില്ല. അപ്പോൾ യൂസേഴ്സിന് അവരുടേതായ രീതിയിലുള്ള പർപ്പസ് സാധിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ആവശ്യകത, നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിനെ നമുക്ക് പല പാർട്സായിട്ട്, പല ഫങ്ഷണൽ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ പാർട്സിനെ വീതവും നമുക്ക് സെപ്പറേറ്റ് കോഡ് എഴുതുകയും അവസാനം ആ സെപ്പറേറ്റ് ആയിട്ടുള്ള കോഡുകളെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഓരോ ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസിനെ അല്ലെങ്കിൽ ഓരോ ഇൻഡിപെൻഡൻറ്റ് പാർട്സിനെയുമാണ് നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഒരു ലാർജ് പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാം, പല പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഓരോ പാർട്സിനെയും സെപ്പറേറ്റ് നമുക്ക് കോഡ് എഴുതി നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ ഇത് ആവശ്യം വരുന്നത് അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിപ്പീറ്റഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിനെയൊക്കെ കോൾ ചെയ്യുന്നത്. എവിടെയാണോ നമുക്കിതിനെ ആവശ്യം അവിടെ നമ്മളിതിനെ കോൾ ചെയ്ത് യൂസ് ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രോഗ്രാം വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സമ്മിൻ്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ് മാത്രം എഴുതി കൊടുത്താൽ ആ സമ്മിൻ്റെ ഫംഗ്ഷൻ നമുക്ക് വായിക്കാനും അതിൻ്റെ എറർ തിരുത്താനും അതേപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാനും മെയിൻ്റെനൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതേസമയം ഒരു ലാർജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമ്മിനെ കാണുന്നതെങ്കിൽ നമുക്കൊരു എററൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമായിരിക്കും, അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പ്രയാസമായിരിക്കും, അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ സം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. നിങ്ങൾ തന്നെ അറിയാം, നിങ്ങൾ അറേയുടെ പ്രോഗ്രാംസ് ഒക്കെ എഴുതിയപ്പം പല പ്രോഗ്രാംസിനകത്തിലും ഒരേ കാര്യങ്ങൾ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ കോൾ ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ സം ഓഫ് 2 അറേയുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിൽ 2
അറേയെ നമ്മൾ കോൾ ചെയ്യണം, അതിനുശേഷം അതിനെ നമ്മൾ ആഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്യണം. നോക്കിക്കേ, എ എന്ന് പറയുന്ന ഒരു അറേ, ബി എന്ന് പറയുന്ന ഒരു അറേ, പിന്നെ സി എന്ന് പറയുന്ന മറ്റൊരു അറേ, ഇതിനെ മൂന്നിനെയും കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയെ ഡിസ്പ്ലേ ചെയ്യിക്കാനും ബിയെ ഡിസ്പ്ലേ ചെയ്യിക്കാനും സിയെ ഡിസ്പ്ലേ ചെയ്യിക്കാനും നമുക്ക് ഒരേ സ്റ്റെപ്പ് തന്നെയാണ് അല്ലേ. അവസാനത്തെ ഒരേ ഒരു വേർഡിനകത്തിൽ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റിനകത്തിൽ മാത്രമേ ഉള്ളൂ മാറ്റം. എ എന്ന് പറയുന്ന അറേ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർ ലൂപ്പ് എല്ലാം എഴുതിയതിന് ശേഷം അവസാനം എ ഓഫ് ഐ ജെ എന്ന് കൊടുക്കണം പ്രിന്റ് എഫിനകത്തിൽ അല്ലേ. എന്നിട്ട് ബി എ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിലോ അതേ ആ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബി ഓഫ് ഐ ജെ എന്ന് കൊടുക്കാം. സി ആണ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ അതേ സ്ഥാനത്ത് അതേ ഫോർ ലൂപ്പ് എല്ലാം യൂസ് ചെയ്തിട്ട് അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം, സി ഓഫ് ഐ ജെ എന്ന് കൊടുക്കണം. അപ്പം എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റേഴ്സിന് മാത്രമേ അവിടെ മാറ്റമുള്ളൂ. പക്ഷേ ബാക്കി ആ ഫോർ ലൂപ്പ് അതിൻ്റെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എല്ലാം സെയിം തന്നെയാണ്. ഇത് സ്കാൻ ചെയ്യുന്ന കേസിലും അങ്ങനെ തന്നെയാണ്. എ സ്കാൻ ചെയ്യുന്ന കേസിലും ബി എ സ്കാൻ ചെയ്യുന്ന കേസിലും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് വന്നതുകൊണ്ടാണ് നമ്മുടെ അറേയുടെ പ്രോഗ്രാം അത്ര ലെന്തി പ്രോഗ്രാമായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. റിപ്പീറ്റഡ് സ്റ്റെപ്സ് ആണ്. എന്നാൽ ആ ഒരു റിപ്പീറ്റഡ് സ്റ്റെപ്പിന് പകരം, അതായത് 3 തവണ ഇതിനെ പ്രിന്റ് ചെയ്യാൻ 3 ഫോർ ലൂപ്പ് 3 പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ ഫോർ ലൂപ്പ് ഒരൊറ്റ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ട് ഈ സെയിം ലൂപ്പിനെ തന്നെ നമ്മൾ കോൾ ചെയ്യുന്നു. ഒരു തവണ കോൾ ചെയ്തു, എയെ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ തവണ കോൾ ചെയ്തപ്പോൾ ബി എ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ തവണ കോൾ ചെയ്തപ്പോൾ സി എ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 3 പ്രാവശ്യം എഴുതി കൊടുക്കുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം എഴുതി കൊടുത്തുകൊണ്ട് നമ്മൾ പല വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യിച്ചു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നമ്മുടെ പ്രോഗ്രാമിൽ എളുപ്പം. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റഡ് സ്റ്റെപ്സിനെ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കോമൺ സ്റ്റെപ്പിനെ ഒരു പ്രത്യേകമായിട്ട് ഫംഗ്ഷൻ പോലെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രോഗ്രാമിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് നമുക്ക് പറയാമെങ്കിൽ മെയിനായിട്ട് 3 എലമെൻറ്റ്സ് ആണ് ഒരു ഫംഗ്ഷനുള്ളത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോൾ. അല്ലെങ്കിൽ നമുക്ക് പറയുന്നതിന് ഫംഗ്ഷൻ്റെ പാർട്സ് എന്ന് പറയാം. 3 പാർട്സ് ആണുള്ളതെന്നും പറയാം. അപ്പോൾ ഏതൊക്കെയാണ് പാർട്സ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഭാഗത്തെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വേരിയബിളൊക്കെ യൂസ് ചെയ്യാൻ പോകുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം അല്ലേ. നമ്മൾ വേർഡ് മെയിൻ ഒക്കെ എഴുതിയതിന് ശേഷം നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ ആ വേരിയബിളിനെ യൂസ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് അത് എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ പാർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഡേറ്റ ടൈപ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ല. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷനെ ആണെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷൻ കോളിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കോളിംഗ് ഫംഗ്ഷനും ഉണ്ട്, കോൾഡ് ഫംഗ്ഷനും ഉണ്ട്. കോൾ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക അല്ലേ. ആരാണോ ഫംഗ്ഷനെ വിളിക്കുന്നത് അവരെ കോളിംഗ് ഫംഗ്ഷൻ എന്നും, ഏത് ഫംഗ്ഷനെയാണോ വിളിക്കുന്നത് ആ വിളിക്കപ്പെടുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ മെയിനും അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനുമേ ഉള്ളൂ. ഇപ്പോൾ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ സം എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനും സം എന്ന് പറയുന്ന ഫംഗ്ഷനുമാണ്. എപ്പോഴും നമുക്കറിയാം മെയിൻ ഫംഗ്ഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്താണോ പെർഫോം ചെയ്യാൻ പറയുന്നത് അത് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന്, പെർഫോമൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ ആർക്കേ വിളിക്കാൻ സാധിക്കത്തുള്ളൂ? മെയിൻ ഫംഗ്ഷന് മാത്രമേ വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മെയിൻ ഫംഗ്ഷനെ നമ്മൾ കോളിംഗ് ഫംഗ്ഷൻ എന്നും വിളിക്കപ്പെടുന്ന സം എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾഡ് ഫംഗ്ഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ 3 പാർട്സ് അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെക്കണം, എന്താണ് പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ വിളിച്ചാൽ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെഫിനിഷൻ പാർട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ടുണ്ട്, ഫംഗ്ഷൻ കോളുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമിനകത്തിലും നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോയാലും എല്ലാം തന്നെ സിസ്റ്റത്തിനോട് ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്ത് പറയണം, ഇങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രോഗ്രാമിനകത്തിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ.
നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ ഒരു വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റി എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്തു. എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതേപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക്, പ്രത്യേകിച്ച് ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും കൂടെയാണ് അല്ലേ, നമ്മളായിട്ട് എഴുതി കൊടുക്കുകയാണ്. സിസ്റ്റത്തിന് ഒരു കാരണവശാലും അറിയില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇതിന് മുമ്പുണ്ടോ എന്നൊന്നും അറിയത്തില്ല. സിസ്റ്റത്തിന് ഇതൊരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്, നമ്മളായിട്ട് എഴുതി കൊടുക്കുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം, സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുത്തിരിക്കണം ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എൻ്റെ പ്രോഗ്രാമിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാന്നുള്ളതിൻ്റെ സിൻടാക്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഡേറ്റ ടൈപ്സ്, നമുക്കറിയാം നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ഡേറ്റ ടൈപ്സ് പറയണം. ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ക്യാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡേറ്റ ടൈപ്സ് പറയാറുണ്ട് അല്ലേ. ആ ഡേറ്റ ടൈപ്സും അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിമാണ് എഴുതി കൊടുക്കുന്നത്. ഡേറ്റ ടൈപ്സ് അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ നമ്മുടെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് ഒരു നെയിം. നമ്മൾ അറേ പറഞ്ഞപ്പോൾ അറേക്ക് ഒരു നെയിം പറഞ്ഞായിരുന്നു, എ എന്ന് പറയുന്നൊരു നെയിം, എം എന്ന് പറയുന്നൊരു നെയിം അല്ലേ. അതേപോലെ ഇവിടെയും നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു നെയിം പറഞ്ഞു കൊടുക്കണം. ദെൻ ഫംഗ്ഷൻ നമുക്കറിയാം ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ, നമ്മുടെ സിമ്പിൾ ബ്രാക്കറ്റ് നമ്മുടെ ഫംഗ്ഷൻ്റെ സിമ്പിളാണ്. അപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ആർഗ്യുമെന്റ് ലിസ്റ്റ് പറഞ്ഞു കൊടുക്കണം. ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസും ഒക്കെയാണ്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് പറയാം. അപ്പം അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡേറ്റ ടൈപ്സ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, അതിനുശേഷം സെമിക്കോളൻ ഉണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അവിടെ മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്സൈഡിൽ, അതായത് ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ എഴുതി കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്സൈഡിലാണ് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ നമ്മൾ നടത്തുന്നത്. മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ പ്രോഗ്രാമിനകത്തിൽ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ പോലും നമ്മൾ ഗ്ലോബലി ആണിത് മെയിനായിട്ട് നമ്മൾ നടത്തുന്നത്. കാരണം ഗ്ലോബലി ചെയ്തെങ്കിൽ മാത്രമേ സബ് പ്രോഗ്രാംസിനകത്തും നമുക്ക്, അതായത് ഒരു പ്രോഗ്രാമിൽ ഒന്നിലധികം ഫംഗ്ഷൻസിനെ നമ്മൾ കോൾ ചെയ്യാറുണ്ടല്ലേ. അപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷനകത്ത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഗ്ലോബലി കൊടുക്കുന്നതായിരിക്കും വളരെ ബെറ്റർ. അല്ല ഇനി മെയിൻ ഫംഗ്ഷനകത്താണ് കൊടുക്കുന്നതെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഡിക്ലറേഷൻ പാർട്ട് കൊടുക്കണം. പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഫംഗ്ഷനകത്ത് മാത്രമേ ഇതിനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി സബ് ഫംഗ്ഷനകത്ത് ഇതിനെ കോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ഉടനെ ഇതിനെ വിളിക്കുകയല്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീരുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെമിക്കോളൻ വെച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് അതിൻ്റെ സിൻടാക്സിൻ്റെ എൻഡിൽ എന്ത് കൊടുത്തിരിക്കുന്നത്, സെമിക്കോളൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒന്നും കൂടെ പറയാം. ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, സെമിക്കോളൻ. ഇനി ഈ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനെ ആണെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എഴുതുന്ന രീതി അനുസരിച്ച് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. വിത്ത് റിട്ടേൺ ടൈപ്പ്, വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ്. അതായത് റിട്ടേൺ ടൈപ്പ് ഉള്ളതും ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉള്ളതും. റിട്ടേൺ ടൈപ്പ് മീൻസ് ഡേറ്റ ടൈപ്സിനെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും വാല്യൂവിനെ റിട്ടേൺ ചെയ്യുക, റിട്ടേൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ എഴുതി കൊടുക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി കൊടുക്കാറുണ്ട്. ഒന്ന് ഇൻറ്റ് മെയിൻ അല്ലെങ്കിൽ ഫ്ലോട്ട് മെയിൻ, ക്യാർ മെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഒരു ഇൻറ്റ് മെയിൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു, നമുക്ക് ഇൻറ്റിജർ വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്ത് തരുന്നു. ഇനി പലപ്പോഴും നമ്മൾ വോയിഡ് മെയിൻ എഴുതി കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, പ്രത്യേകിച്ച് ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, നത്തിങ് റിട്ടേൺ അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ അതെന്താണ്, വോയിഡ് മെയിൻ ആണ്. അപ്പം ഇൻറ്റ് മെയിനും ഉണ്ട്, വോയിഡ് മെയിനും ഉണ്ട്. ഇപ്പം ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ മെയിൻ എന്നൊക്കെ അല്ലെങ്കിൽ ഫ്ലോട്ട് മെയിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് എന്തൊക്കെയോ വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്നു. വോയിഡ് എന്ന് പറഞ്ഞാലോ എം ടി വാല്യൂസ് ആണ്, ഒന്നിനെയും റിട്ടേൺ ചെയ്യുന്നില്ല, നള്ളാണ് അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിമിന് മുമ്പ് ഇൻറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇൻറ്റിജർ വാല്യൂവിനെ അത് റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ. ഫ്ലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. ഇനി ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വോയിഡ് എന്ന് എഴുതാം അല്ലേ. അപ്പം റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ, അതായത് വോയിഡ് അല്ല എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിത്ത് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ഉണ്ട്, ഏതെങ്കിലും വാല്യൂസിനെയൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ
എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു വാല്യൂവിനെ കോൾ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആരാണോ അവർക്ക് കൊടുക്കും. അപ്പം ആരാണോ കോൾ ചെയ്തിരിക്കുന്നത് ആ കോൾ ചെയ്തിരിക്കുന്ന ആൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷനകത്തിൽ നിന്ന് കോൾ ചെയ്തിരിക്കുന്ന ആൾക്ക് വാല്യൂവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എന്താണ്, ഫംഗ്ഷനകത്തുനിന്ന് കോൾ ചെയ്ത ആൾക്ക് വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ കോൾ ചെയ്യുന്ന ആരാണോ അവര് നമ്മുടെ ഫംഗ്ഷനകത്തിലേക്ക് എന്തെങ്കിലും വാല്യൂസിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർഗ്യുമെന്റ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷനകത്ത് നിന്ന് വിളിച്ച ആൾക്ക് വാല്യൂവിനെ കൊടുക്കാനും, ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആള് വാല്യൂവിനെയും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ഞാൻ ഇന്ന വാല്യൂസ് തരാം, നിങ്ങൾ പോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് താ എന്നുള്ള രീതിയിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യും. ഇപ്പം രണ്ടും 2-വേ സിസ്റ്റം ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വാല്യൂവിനെ കൊടുക്കാനും, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വാല്യൂവിനെ കിട്ടാനുമാണ്. അപ്പം അങ്ങോട്ട് വാല്യൂവിനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പം ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ ഉപയോഗം മനസ്സിലായല്ലോ. നമ്മൾ വിളിച്ച ആൾക്ക് ആരിലേക്ക്, ഫംഗ്ഷനിലേക്ക് വാല്യൂവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർഗ്യുമെന്റ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനകത്ത് നിന്ന് വാല്യൂസിനെ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വിളിച്ച ആൾക്ക് വാല്യൂവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം റിട്ടേൺ ടൈപ്പും ആർഗ്യുമെന്റ് ലിസ്റ്റും ഉണ്ടെങ്കിൽ അത്തരം ഒരു ഫംഗ്ഷനുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കിക്കേ, വിത്ത് റിട്ടേൺ ടൈപ്പ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഫംഗ്ഷനകത്ത് നിന്ന് ഇങ്ങോട്ട് വാല്യൂസിനെയൊക്കെ തരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വാല്യൂവിനെ ഒന്നും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. മൂന്നാമത്തെ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് വിത്ത് ആർഗ്യുമെന്റ്. നമ്മൾ അങ്ങോട്ട് വാല്യൂസിനെ കൊടുക്കുന്നുണ്ട്, വിത്ത് ആർഗ്യുമെന്റ്സ് ആണ്, പക്ഷെ ഇങ്ങോട്ട് നമുക്കൊന്നും തരുന്നില്ല. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ തന്നെ എൻ്റെ റിസൾട്ട് എല്ലാം തരുന്നുണ്ട്, അല്ലാതെ തിരിച്ച് ആർക്ക് കൊടുക്കുന്നില്ല, വിളിച്ച ആൾക്കൊന്നും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതാണ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ്. അങ്ങോട്ടും ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങോട്ടും ഒന്നും തരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ആ കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും ബേസിൽ ഫംഗ്ഷനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വിത്ത് റിട്ടേൺ ടൈപ്പ്, വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ്, വിത്ത് റിട്ടേൺ ടൈപ്പ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ്, വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ്, ആൻഡ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ്.